ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 6 to 7 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ തുണിയാണ്. ഇത് നമ്മുടെ സാരിയുടെയൊക്കെ കൂടെ കിട്ടുന്ന വിത്ത് ബ്ലൗസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ 1 മീറ്റർ തുണി മേടിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് കറക്റ്റ് 1 മീറ്റർ തുണിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആദ്യം ഇതിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടോപ്പ് പോർഷനായിട്ട് ഞാനൊരു 2 പീസ് എടുത്തിട്ട് മുറിച്ച് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് പറയാം. നമുക്ക് വേണ്ട ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 20 ഇഞ്ചാണ്. നമ്മുടെ ഈ കുർത്തിക്ക് വേണ്ട ടോട്ടൽ ലെങ്ത്ത് 20 ഇഞ്ചാണ്. അപ്പം മുകൾ ഭാഗത്ത് ഞാനൊരു 11 ഇഞ്ചും താഴേക്ക് ഒരു 9 ഇഞ്ചുമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തുണി ഏകദേശം ഒരു 13 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു 12 ഇഞ്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. 11 ഇഞ്ച് ലെങ്ത്തും പ്ലസ് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പുമായിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴ്ഭാഗം അടിക്കാനായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം ലെങ്ത്ത് 12 ഇഞ്ചാണ് ഈ ഒരു ടോപ്പിൻ്റെ ഭാഗത്തിന് വരുന്നത്. അപ്പം മുകളിൽ നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാണ്. കാരണം മുകളിലൊരു തേര് വശമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നെക്കും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഞാനൊന്ന് അളന്ന് നോക്കുകയാണ് കറക്റ്റ് 12 ഇഞ്ച് ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മളിത് അടിക്കുമ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ട് മുകളിലും താഴേക്ക് അടിക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം നമ്മൾ കറക്റ്റ് 1/2 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്തേക്കണേ. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് ഞാനൊരു 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു വി നെക്കാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 3.5 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അതൊരു ബോക്സ് പോലെ നമ്മൾ വരച്ചു. ഇനി ആ ഒരു ലൈനിൽ തന്നെ നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്തില്ലേ, ആ ലൈനിൽ തന്നെ ഒരു 2 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്യണം. അത് നമ്മൾ ബാക്കിനേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് അങ്ങ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാർക്ക് ചെയ്യാം. അതായത് ഓരോ പീസ്, ഫ്രണ്ടിലത്തെ പീസ് ആദ്യം നെക്കൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെ അങ്ങ് വരയ്ക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വരച്ച് വെക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ പാടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുക്കുക. ഇനി ഒരു 3 ഇഞ്ച് ഞാനവിടെ ഷോൾഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡർ കൊടുക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് 2 സൈഡിൽ നമുക്ക് പോകും. അപ്പോൾ നമുക്കൊരു 2.5 ഇഞ്ചാണ് ഷോൾഡർ തയ്ച്ച് കഴിയുമ്പോൾ വരുള്ളൂ. ഒരു 5 ഇഞ്ച് ആം ഹോൾ അവിടെ കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ലെങ്ത്ത് 5 ഇഞ്ചാണ് ഞാനവിടെ കൊടുക്കുന്നത്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ചെയ്യുന്നത്. അതൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു ലെങ്ത്തും വിഡ്ത്തും ഒക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ചെസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. അതുപോലെ താഴെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ 2 ലൈനും കൂടെ നമ്മളൊന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു തയ്യൽ തുമ്പെന്ന നിലയിൽ ഒരു 1.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ബാക്കിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിൽ നിന്നൊക്കെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നമ്മൾ ബാക്കിൽ ഓപ്പണിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴുത്തിലൂടെ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെക്കിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാം. ഫ്രണ്ട് നെക്ക് ഞാൻ വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലുള്ളൊരു പീസ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഈ ഫ്രണ്ട് നെക്ക് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഇത് നമ്മുടെ ബാക്ക് പീസുമാണ് വരുന്നത്. അപ്പോൾ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഇനി താഴ്ഭാഗം ഉണ്ടല്ലോ, ആ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മുകളിലത്തെ ലെങ്ത്ത് 11 ഇഞ്ചെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ താഴത്തെ ലെങ്ത്ത് 9 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 9 പ്ലസ് തയ്യൽ തുമ്പ്, അതായത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയാണ് എടുക്കുന്നത്. നമ്മൾ ആ മറ്റേ ആലിയ കട്ട് കുർത്തിയൊക്കെ വെട്ടുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുമല്ലോ, അതൊന്നും ഇവിടെ ആവശ്യമില്ല. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുത്ത് വെച്ചാൽ മാത്രം മതി.
അപ്പോൾ ഞാൻ 9 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച്, അതായത് 10.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് തുണിയാണുള്ളൂ, സ്ലീവൊന്നും വെക്കാൻ ഇതിൽ തുണിയില്ല, അതുകൊണ്ടാണ് സ്ലീവ് വയ്ക്കാത്തത്. അപ്പോൾ 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ആ പീസ് വെച്ചിട്ട് തന്നെ ഒരു 10.5 ഇഞ്ചിൻ്റെ ഒരു പീസും കൂടെ നമ്മൾ വെട്ടിയെടുത്തു, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള. അപ്പോൾ 2 പീസ് നമുക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈനിങ് പീസ് എടുത്തിട്ട് ആദ്യം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു മെയിൻ പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ് പീസ് സെയിം കളറ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കളർ എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ സെയിം കളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം ആം ഹോളൊന്ന് സ്റ്റിച്ച് ചെയ്യുക, പിന്നീട് നെക്ക്, അതിനുശേഷം ഇപ്പുറത്തെ ആം ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് കാണാതെ, തയ്യൽ തുമ്പ് കാണാതെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഷോൾഡറിലൊന്നും ചെയ്യുന്നില്ല. ആ ഒരു 4 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ എപ്പോഴും ആ ഒരു കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഷോൾഡർ ജോയിൻ ചെയ്യണ സമയത്ത് ചിലപ്പോൾ ഒരെണ്ണത്തിന് വീതി കൂടിയും ഒരെണ്ണത്തിന് വീതി കുറഞ്ഞും ഇരിക്കും. അപ്പോൾ വീതി കൂടിയായിരിക്കണമെങ്കിൽ ചിലപ്പോൾ ചുളിവുകൾ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് കറക്റ്റ് ആ ഒരു 4 ഇഞ്ച്, അതായത് ആ പ്രഷർ ഫുട്ടിൻ്റെ ആ ഒരു പല്ലിൻ്റെ അകലത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു വി നെക്ക് ഞാനവിടെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലൈനിങ് ഇല്ലാതെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് വി നെക്കും അതുപോലെ ആം ഹോളും എല്ലാം ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഒരുപാട് സമയം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട്, മാത്രമല്ല ഇതായിരിക്കും കുറച്ചുകൂടെ കുട്ടികൾക്ക് ഇടാനായിട്ടൊരു കംഫർട്ടബിൾ. അതായത് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ല, കുത്തിക്കയറുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചിടുന്നില്ല കേട്ടോ, അതങ്ങനെ തന്നെ വെച്ചേക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പീസ്, അതായത് ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ, ബാക്ക് നെക്കും ആം ഹോളും ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് നമ്മൾ മറച്ചിടണം. ഇത് നമ്മൾ മറച്ചിടുന്നില്ല, ഇത് അതങ്ങനെ തന്നെ വയ്ക്കുക. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡ് നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഷോൾഡർ ഇതിൻ്റെ നമ്മൾ അടിക്കുന്നില്ല, ഞാൻ ആ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെയാണ് അടിക്കുന്നത്, ഷോൾഡർ അടിക്കുന്നില്ല കേട്ടോ. അതിന് ശേഷം എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പെട്ടെന്നെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ഒരു അരമണിക്കൂറൊന്നും വേണ്ട കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കാരണം അത്ര സമയലാഭമുണ്ട് നമ്മളിതുപോലെ ലൈനിങ് ഇട്ട് അടിച്ച് മറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മറിച്ചിട്ടെടുക്കാം. നമ്മൾ ആദ്യത്തെ പീസ് അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഒരു പീസ് ഒന്ന് മറിച്ചെടുത്ത് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാ ടോപ്പാണ് കുർത്ത ഏതായാലും നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസ് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനതിൻ്റെ സൈഡെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം കേട്ടോ. ഞാനിവിടെ പതിച്ചടിക്കുന്നില്ല, അയൺ ചെയ്തെടുത്തേക്കണ കാരണം പതിച്ചൊന്നും അടിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെയിം കളറുള്ള ലൈനിങ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കുക. ഫ്രണ്ട് പീസ് നമ്മൾ മറച്ചിട്ടിട്ടില്ല, അതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ്. ഇനി ഒരു പണി ചെയ്യുക, ഇതിൻ്റെ ഈ ഒരു പീസ് കണ്ടോ, അതിപ്പോൾ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് പീസ്. ഇനി അതൊന്ന് മടക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ബാക്ക് പീസിൻ്റെ ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഷോൾഡർ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക.
അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പീസൊന്ന് മടക്കി വെക്കുന്നത് കേട്ടോ. അതായത് ഇതുപോലെ അങ്ങ് കയറ്റി വയ്ക്കുക ഉള്ളിലേക്ക്. എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലാത്ത കാരണം നമുക്ക് ആ ഒരു ഹോളിൽ കൂടി ഈ ബാക്ക് പീസിൻ്റെ ഷോൾഡർ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രഷർ ഫുഡിൻ്റെ ആ ഒരു ലെങ്ത്തിൽ തന്നെ തയ്ക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വെച്ച് തയ്ച്ചാൽ നമുക്ക് ഒരു പീസ് നല്ല വശവും ഒരു പീസ് ചീത്ത വശവും, അതായത് ലൈനിങ്ങും രണ്ട് സൈഡിലേക്കും ഒരു നല്ലതും ഒന്ന് ചീത്തയായിട്ട് അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ നല്ല വശവും, അതായത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും മുകളിലും താഴെയുമായിട്ട് വരണം. അപ്പോൾ ഞാൻ പല വീഡിയോകളിലും ഇത് പറയാറുണ്ട്, എങ്കിലും പറയുകയാണ്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും മുകളിലും താഴെയും, ലൈനിങ്ങും മുകളിലും താഴെയായിട്ട് വരണം. അപ്പോൾ ഞാനിത് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടെ ബാക്ക് പീസിൻ്റെ ഷോൾഡർ വലിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ തയ്യൽ തുമ്പ് ഇട്ട് അടിക്കണതിൻ്റെ ആ ഒരു വ്യത്യാസം ഇവിടെ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലയിടത്ത് 1/4 ഇഞ്ച് ഇട്ടടിക്കും, ചിലപ്പോൾ 1/2 ഇഞ്ച് ഇട്ടൊക്കെ അടിക്കുമ്പോൾ ഇവിടെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ തുണി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ തികയില്ല, അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് രണ്ടിടത്തും, അതായത് രണ്ട് പീസിലും തയ്യൽ തുമ്പ് അടിക്കുമ്പോൾ ഒരേപോലെ അടിക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് പൊക്കോളും. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ തയ്യൽ തുമ്പും, അപ്പോൾ ഇതിപ്പോൾ കോട്ടൺ തുണി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ ഈ സീക്വൻസ് അങ്ങനെയുള്ള തുണികളൊക്കെ ആണെങ്കിൽ എപ്പോഴും തയ്യൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാവുമ്പോൾ കുട്ടികൾക്ക് ദേഹത്ത് കൊള്ളാതിരിക്കും. അപ്പോൾ ഇത് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അകവും പുറവും എല്ലാം ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ഹോളിൽ കൂടി തല കയറുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിലൊരു ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വശം വരുന്നത്. ഇനി നമ്മളിപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും മെയിൻ തുണിയും അതുപോലെ തന്നെ ലൈനിങ് തുണിയും തമ്മിൽ ചേർത്ത് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ലൈനിങ് ഇട്ടടിക്കുകയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയ ലാഭമുണ്ട്, അതുപോലെ തന്നെ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആ ഒരു ചെസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. എല്ലാം നമുക്ക് 14 ഇഞ്ചല്ലേ വേണ്ടത്. അപ്പോൾ 14 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. രണ്ട് സൈഡിലും 14 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ബോഡി പാർട്ട് വരുന്നുള്ളൂ കേട്ടോ. 1.5 ഇഞ്ച് നമ്മളവിടെ തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മടക്കി അടിക്കാം. അതായത് ഇതിൻ്റെ താഴെ വയ്ക്കുന്ന ആ ഒരു ബോട്ടം ഭാഗമാണിത്. ഇതിൻ്റെ അരികൊന്ന് ഒരു 4 ഇഞ്ചിൽ നമ്മളൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. 2 പ്രാവശ്യം 4 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക. ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ തുണിയുടെ ആ ഒരു വിഡ്ത്ത് അനുസരിച്ച് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തിൻ്റെ അതേ ഒരു വിഡ്ത്തിലായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടിപ്പോയിന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞു പോയിന്ന് വരും. അപ്പോൾ അതൊക്കെ കുറേ കഴിയുമ്പോൾ ശരിയായിക്കോളും. തയ്ച്ച് ഏകദേശം കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അഴിച്ചിട്ട് ഒന്നോടെ ഒന്ന് ചെയ്യുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ 1-2 പ്ലീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടേച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 2 എണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കിലേക്കും പിടിപ്പിക്കാനുള്ള സ്കർട്ടിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ഇത് നമ്മുടെ ആ യോക്ക് പോർഷൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. നമ്മൾ 1/2 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കൊടുത്തേക്കണേ. അപ്പോൾ 1/2 ഇഞ്ചിലൊന്ന് തയ്ച്ചെടുക്കുക. 2 സൈഡിലും തയ്ച്ചെടുക്കുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് നല്ല ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ ഈ ഒരു സ്കർട്ടിൻ്റെ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ബോഡി പാർട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ എത്രയാണ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ആ ഒരു വിഡ്ത്ത് പറഞ്ഞേക്കണം, 14 ഇഞ്ചല്ലേ, 14 ഇഞ്ചും താഴെ വേസ്റ്റിൻ്റെ ഭാഗത്ത് 13 ഇഞ്ചുമാണ് ഉള്ളത്. അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു മാർക്കിങ്ങിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരുപാട് തയ്യൽ തുമ്പ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. ഏകദേശം ഒരു 1.5 ഇഞ്ച് മാക്സിമം തയ്യൽ തുമ്പ് ഇട്ടുവെച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു 2 സ്റ്റിച്ച് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഈ വേനൽക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സാരിയുടെ ബ്ലൗസ് പീസോ അങ്ങനെ കട്ട് പീസുകളോ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കളറുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.